അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള സഹോദരന്മാരെ, സാന്ത്വന നൗഫലാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഒരു കാരണവശാലും നിങ്ങളാരും തട്ടി മാറ്റി പോകരുത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിലെന്താണ് പറയുന്ന വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടുകാർക്ക്, മലപ്പുറം ജില്ലക്കാർക്ക്, മഞ്ചേരിക്കാർക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിന് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വിഷയത്തിന് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആളുകളിലേക്കും എത്തി എല്ലാ ആളുകളും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ നേടാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്ന വിഷയം. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചർച്ച. ആ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രയാസം, ഇത് മെഡിക്കൽ കോളേജ് ആണോ ജനറൽ ഹോസ്പിറ്റലാണോ എന്നുള്ള ഒരു തർക്കവും വിതർക്കവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യാർത്ഥം അവിടെ നിന്ന് നിരവധി പ്രഗത്ഭരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ്. മലപ്പുറം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് വേണ്ടത് മെഡിക്കൽ കോളേജാണ്, അതല്ലാതെ മടക്കൽ കോളേജ് അല്ല എന്ന സത്യമായ വാർത്ത, സത്യസന്ധമായ വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. 2013 നമ്മുടെ മെഡിക്കൽ കോളേജ് നമുക്കിവിടെ സ്ഥാപിക്കപ്പെട്ടെങ്കിലും ആ സ്ഥാപിക്കപ്പെട്ട മെഡിക്കൽ കോളേജിൽ ഇന്ന് 2024 ഡിസംബർ 21 തീയതി ആയത് വരെ ഇന്ന് വരെ അവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും നടന്നിട്ടില്ല. എന്നാൽ ജനറൽ ഹോസ്പിറ്റലിന്റെ സംവിധാനം വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് സംവിധാനത്തോടു കൂടി നല്ലൊരു മെഡിക്കൽ കോളേജ്, അഥവാ ഒരു രോഗിയെ അവിടെ കൊണ്ടുവന്നാൽ റെഫറൻസ് ചെയ്യാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ മറ്റുള്ള മെഡിക്കൽ കോളേജിലേക്കോ മറ്റുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്കോ പറഞ്ഞയക്കാത്ത രൂപത്തിലേക്കുള്ള ഒരു മെഡിക്കൽ കോളേജാണ് നമുക്ക് മഞ്ചേരിയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്ക് ആവശ്യമുള്ളത്. അതല്ലാതെ പേരിന് നമുക്ക് എന്ത് ആവശ്യമില്ല, ഒരു മെഡിക്കൽ കോളേജ് നിലവിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനം പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞ് നമുക്ക് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ചേരിയിലെ നമ്മുടെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, അത് നമ്മുടെ പഴയ ജനറൽ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള OP-കളിലൊക്കെ ഓരോ ആട്ടുംകൂട് മാതിരി ഓരോ സംവിധാനം വെച്ചിട്ട് പാവപ്പെട്ട രോഗികളെ ഇടങ്ങാറാക്കുന്ന ഒരു സംവിധാനം. എന്നാൽ ഒരു ദിവസം വരുന്ന ഡോക്ടർമാർ പിറ്റേ ദിവസം വരുമ്പോൾ ഇല്ല, അപ്പൊ അത് മെഡിക്കൽ കോളേജിന്റെ ദിവസക്കാരൻ, അവർ ആ രോഗികളെ നോക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് അവിടെ ഉണ്ട്. ആ രോഗികൾക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ മഞ്ചേരിയിലെ ഇപ്പോൾ ശിഹാബ് തങ്ങൾ എന്ന് നാമധേയം ചെയ്യപ്പെട്ട മഞ്ചേരിയിലെ നമ്മളെല്ലാവരും കൂടി പിരിവെടുത്തും സ്കൂളുകളിൽ നിന്നും പിരിവെടുത്തും ഒക്കെ ഉണ്ടാക്കിയ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ നമുക്ക് അവിടെ നിലനിൽക്കണം. മെഡിക്കൽ കോളേജ് എവിടെയാണോ അതിന് സ്ഥലമുള്ളത് വെച്ചാൽ ആ സ്ഥലത്തേക്ക് ആ സംവിധാനത്തെ മാറ്റണം. എന്നിട്ട് നല്ല രൂപത്തിൽ സംവിധാനം, മടക്കലൊന്നുമില്ലാതെ ഏത് രോഗികൾ വന്നാലും അവരെ ചികിത്സിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് മലപ്പുറം ജില്ലക്ക് വേണം. പേരിനൊരു മെഡിക്കൽ കോളേജ് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വേണ്ടത് മെഡിക്കൽ കോളേജാണ്. വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടത് മെഡിക്കൽ കോളേജാണ്. അതിന് നമ്മുടെ യുവാക്കളും നമ്മുടെ നാട്ടുകാരും പൊതുസമൂഹം ഒന്നടങ്ക രംഗത്തിറങ്ങി, പ്രതിഷേധ മാർഗമാണെങ്കിൽ പ്രതിഷേധ മാർഗം, കരയുന്ന കുട്ടിക്ക് പാലുണ്ടാവുള്ളൂ. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതിന് നമ്മൾ രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള നിലക്കോ ഇതിനെ കാണരുത്. ഒരു രാഷ്ട്രീയത്തിനും അധീനമായിക്കൊണ്ടും ഒരു മതത്തിനും അധീനമായിക്കൊണ്ടും ഒരു മതരാഷ്ട്രീയത്തിനും അധീനമായിക്കൊണ്ടായിരിക്കണം ഈ പരിപാടികൾ. ഈ പരിപാടി നടക്കുമ്പോൾ ഇതിൽ കഴിഞ്ഞു പോയ ചർച്ചകളെല്ലാം എടുത്തിട്ട് ഇത്
അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മുടെ നാടിന് പാവപ്പെട്ട രോഗികൾക്ക്, പാവപ്പെട്ട നമ്മളെ പോലത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഇത് ജനറൽ ഹോസ്പിറ്റലായി കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ചികിത്സകൾ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്, പക്ഷെ ചുരുക്കി ഞാൻ പറയുകയാണ്, നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ നിൽക്കുന്ന ഹോസ്പിറ്റൽ നമുക്ക് നിലനിന്ന് ജനറൽ ഹോസ്പിറ്റലായിട്ട് സ്ഥാപിക്കാൻ നമ്മളൊന്നടങ്കം ഒരുമയോടെ മുന്നോട്ട് പോയാൽ അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഇവിടെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെ മുഴുവൻ സ്ഥലം മാറ്റിക്കഴിഞ്ഞ് നമുക്കിത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രഗത്ഭരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതിന് മുമ്പ്, ആ പ്രഗത്ഭരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ജനറൽ ഹോസ്പിറ്റൽ ആവണം. ജനറൽ ഹോസ്പിറ്റൽ ആയാലാണ് ഇതിലേക്ക് നമുക്ക് പിന്നെ വലിയ വലിയ സംവിധാനങ്ങളോട് കൂടിയ ജനറൽ ഹോസ്പിറ്റൽ ആവുകയുള്ളൂ. അതിന്റെ എല്ലാ സ്പെഷ്യലിസ്റ്റും അടങ്ങിയ എല്ലാ വിഭാഗം ഡോക്ടർമാരും എല്ലാ ദിവസവും ഉള്ള രൂപത്തിലുള്ള ഒരു ജനറൽ ഹോസ്പിറ്റലാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത പക്ഷം മെഡിക്കൽ കോളേജ് എന്നുള്ള അതിന്റെ ബാക്കിലുള്ള ചതി, നമ്മളെല്ലാം വിചാരിക്കുന്നത് മെഡിക്കൽ കോളേജ് അല്ലേ വലുത്, ജനറൽ ഹോസ്പിറ്റൽ ചെറുതല്ലേ എന്നാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജ് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ളതിനും ഉള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനറൽ ഹോസ്പിറ്റൽ വേണം. ഇനി ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ, ഇവിടെയുള്ള മഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെങ്കിൽ മറ്റ് നിലമ്പൂരിലോ പെരിന്തൽമണ്ണയിലോ തിരൂരിലോ ഉള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് റഫറൽ ലെറ്റർ ഇല്ലാത്ത ഒരു രോഗിക്ക് നമുക്ക് കയറാനോ കാണിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം വരും. ആ സമയം വന്നിട്ട് അപ്പം വെച്ച് നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് കാര്യം കിട്ടണോ, നമ്മൾ ഇപ്പൊ തന്നെ അതിന് പണിയെടുക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചെറിയൊരു റിക്വസ്റ്റ്, ഇതിന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് നിന്ന്, ഇതിന് വേണ്ടത് പ്രതിഷേധമാണെങ്കിൽ പ്രതിഷേധം, ഇത് നേടിയെടുക്കുന്നത് വരെ ഏതറ്റം വരെ പോകാനും നമ്മൾ ഓരോ ആളുകളും തയ്യാറാകണമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ വിഷയം ദീർഘിച്ചു പോയി നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒന്നും കൂടി പറയാണ്, മെഡിക്കൽ കോളേജ് കൊണ്ട് നമുക്ക് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ, ആ ചികിത്സ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം മഞ്ചേരിയിൽ വരും. സാധാരണക്കാരായ എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ ആളുകൾക്ക് അതൊക്കെ പ്രയാസം വരും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് എന്താവണം, മഞ്ചേരിയിൽ ഇപ്പോഴുള്ള ഹോസ്പിറ്റലിനെ ജനറൽ ഹോസ്പിറ്റലായിട്ട് നിലനിർത്തുകയും വേട്ടേക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 50 ഏക്കർ സ്ഥലം നമുക്ക് കിട്ടും, 25 ഏക്കർ സ്ഥലത്തിന് നമ്മൾ ക്യാഷ് കൊടുക്കണ്ട എന്നും 25 ഏക്കർക്ക് നമ്മൾ പറയുന്ന അതല്ലെങ്കിൽ സർക്കാർ പറയുന്ന വിലക്ക് അവർ തരാമെന്നും പറയുന്നു. അപ്പൊ അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോയി ആക്കിയിട്ട് ഈ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നിലനിർത്തിയിട്ട് പാവപ്പെട്ട രോഗികൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റിന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, നമ്മളടക്കം എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.